കേരള സർക്കാരിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷനാണ്. കേരള സർക്കാരിന് കീഴിലുള്ള കിഫ്ബി കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡിലേക്ക് പ്രോജക്ട് എഞ്ചിനീയർ സിവിൽ, പ്രോജക്ട് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ, അതുപോലെ പ്രോജക്ട് കോർഡിനേറ്റർ എന്നീ പോസ്റ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ 2 വർഷത്തേക്കായിരിക്കും നിയമനം. കേരള സർക്കാരിന് കീഴിലുള്ള സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ആണ് ഈ പോസ്റ്റിന് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് 2024 ഡിസംബർ 4 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. എല്ലാ ഡീറ്റെയിൽസും https:/cmd-kerala.gov.in എന്ന സൈറ്റ് ലഭ്യമാണ്. ഈ സൈറ്റ് വഴി വേണം നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. നമുക്ക് ക്വാളിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ പ്രോജക്ട് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഒരു ഒഴിവാണുള്ളത്. അതിനുവേണ്ടി യോഗ്യത ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ള BE അല്ലെങ്കിൽ BTech ബിരുദവും 3 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ്. 35 വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇതിലേക്ക് 50,000 രൂപയാണ് പ്രതിമാസം ശമ്പളമായിട്ട് ലഭിക്കുക. MTech ബിരുദമുള്ളവർക്ക് അതൊരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രോജക്ട് എഞ്ചിനീയർ സിവിലിൻ്റെ പ്രതീക്ഷിക്കുന്ന ഒഴിവിൽ നിന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനുവേണ്ടി യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗ് ഉള്ള BE അല്ലെങ്കിൽ BTech ബിരുദമാണ്. അതോടൊപ്പം 3 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. 35 വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. പ്രതിമാസം 50,000 രൂപയായിരിക്കും ശമ്പളമായിട്ട് ലഭിക്കുക. MTech ബിരുദമുള്ളവർക്ക് അഡീഷണൽ ക്വാളിഫിക്കേഷൻസ് ആയിട്ട് കൺസിഡർ ചെയ്യും എന്നും പറഞ്ഞിട്ടുണ്ട്. പ്രോജക്ട് കോർഡിനേറ്റർമാരുടെ ഒരു ഒഴിവുണ്ട്. അതിന് ഏതെങ്കിലും വിഷയത്തിലെ ബിരുദത്തിന് ശേഷം MBA ബിരുദം ഉണ്ടായിരിക്കണം. 8 വർഷത്തെ പ്രവൃത്തി പരിചയം ബന്ധപ്പെട്ട മേഖലയിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുക. പ്രതിമാസം 80,000 രൂപ ശമ്പളമായിട്ട് ലഭിക്കും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇതിനെക്കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട ലിങ്കും https:/cmd-kerala.gov.in എന്നുള്ളതാണ്. അപ്പോൾ ഈ സൈറ്റ് നിങ്ങൾ പോയ അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ പറ്റും. ഈ സൈറ്റ് വഴി വേണം നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ളത്. ഡിസംബർ 4 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും. ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. താങ്ക് യു.